നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അനന്ത വിസ്തൃതിയിൽ ഭൂമിക്ക് പുറമെ ജീവൻ്റെ സാന്നിധ്യം തിരയുന്ന ശാസ്ത്രലോകത്തിന് വലിയൊരു പ്രതീക്ഷ നൽകുന്ന കണ്ടുപിടുത്തമാണ് സൂപ്പർ എർത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന LHS-1140b എന്ന ഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 49 പ്രകാശ വർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹത്തിന് അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന ശാസ്ത്രജ്ഞരുടെ പുതിയ വെളിപ്പെടുത്തൽ സൗരയൂഥത്തിന് പുറത്ത് ജീവന് അനുയോജ്യമായ സാഹചര്യങ്ങളുള്ള മറ്റ് ലോകങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ തക്കവിധം പ്രാധാന്യമർഹിക്കുന്നതാണ്. സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് പ്രകാരം വിഖ്യാത ശാസ്ത്രജ്ഞനായ കോളിൻ ചെറുബീമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വിപ്ലവകരമായ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. 1990-കൾക്ക് ശേഷം 5000-ലധികം പുറംഗ്രഹങ്ങളെ, അതായത് എക്സോ പ്ലാനറ്റ്സിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ജീവസാന്നിധ്യത്തിന് അനുയോജ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറക്കെട്ട് ഗ്രഹത്തിൽ അന്തരീക്ഷത്തിൻ്റെ ലക്ഷണം കണ്ടെത്തുന്നത് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ 5 ഇരട്ടി വലിപ്പമുള്ള LHS-1140b എന്ന ഗ്രഹം അതിൻ്റെ മാതൃനക്ഷത്രത്തിൽ നിന്നും ജീവന് നിലനിൽക്കാൻ അനുയോജ്യമായ ഗോൾഡിലോക്സ് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രത്തിൽ നിന്ന് വളരെ അകലെയോ അടുത്തോ അല്ലാത്തത് കൊണ്ട് തന്നെ ദ്രാവക രൂപത്തിൽ ജലം നിലനിൽക്കാൻ ആവശ്യമായ താപനില ഈ മേഖലയിൽ ലഭ്യമാണ്. ഗ്രഹത്തിൻ്റെ പിണ്ഡവും ആരവും അളന്നുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ഗ്രഹം പ്രധാനമായും പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് എന്നതാണ്. ഭൂമിയെപ്പോലെ തന്നെ ഇരുമ്പടങ്ങിയ കാമ്പും സിലിക്കേറ്റ് പാളികളും അതിനൊപ്പം ജലാംശവും കുറഞ്ഞ സാന്ദ്രതയുമുള്ള ഘടകങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അന്തരീക്ഷം, അനുയോജ്യമായ താപനില, ദ്രാവക രൂപത്തിലുള്ള ജലം എന്നീ 3 അടിസ്ഥാന ഘടകങ്ങളാണ് ജീവസാന്നിധ്യത്തിൻ്റെ സൂചകങ്ങളായി ശാസ്ത്രലോകം കാണുന്നത്. ഇതിൽ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം കൂടി സ്ഥിരീകരിക്കപ്പെടുന്നതോടെ സൗരയൂഥത്തിന് പുറത്ത് ജീവൻ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ ഏറ്റവും മുൻനിരയിലുള്ള ഗ്രഹമായി LHS-1140b മാറിയിരിക്കുകയാണ്. ചിലിയുടെ ലാസ് കാമ്പനാസ് ഒബ്സർവേറ്ററിയിലെ മഗല്ലൻ ക്ലേ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ഗ്രഹത്തിൽ നിന്നുള്ള വായു ഘടകങ്ങൾ നിരീക്ഷിച്ചത്. ഹൈഡ്രജൻ വാതകം നഷ്ടപ്പെടുകയും എന്നാൽ ഹീലിയം വാതകം സാവധാനം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് നിലവിൽ ഈ ഗ്രഹമുള്ളത്. കേവലം ഹീലിയം വാതകത്തിന് മാത്രം ജീവനെ നിലനിർത്താൻ കഴിയില്ലെങ്കിലും ഹീലിയത്തിനൊപ്പം ഓക്സിജൻ പോലുള്ള മറ്റ് വാതകങ്ങളും ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകാമെന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ. സൂര്യനേക്കാൾ വലിപ്പവും ചൂടും കുറഞ്ഞ ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രത്തെയാണ് LHS-1140b വലയം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഭാവിയിൽ കൂടുതൽ അത്യാധുനിക ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ അന്തരീക്ഷത്തെ ആഴത്തിൽ പഠിക്കുവാൻ നമുക്ക് സാധിക്കും. റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന ശക്തമായ എക്സ്റേ അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഒരു പാറക്കെട്ട് ഗ്രഹത്തിൽ അന്തരീക്ഷം നിലനിൽക്കുന്നത് അന്തിമമായി സ്ഥിരീകരിക്കാൻ സാധിച്ചാൽ അത് പ്രപഞ്ച പഠനത്തിലെ തന്നെ വൻ നാഴികക്കല്ലായി മാറും. നിലവിൽ അവിടെ ജീവൻ്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എങ്കിലും ഈ പഠനം ഭാവിയിലെ ഗ്രഹപര്യവേക്ഷണങ്ങൾക്ക് നൽകുന്ന ഊർജ്ജവും പ്രതീക്ഷയും ചെറുതല്ല. പ്രപഞ്ചത്തിൽ മനുഷ്യൻ തനിച്ചല്ലെന്ന ശാസ്ത്രലോകത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിന് കൂടുതൽ തെളിവുകൾ നൽകാൻ ഈ സൂപ്പർ എർത്ത് കണ്ടെത്തലിലൂടെ സാധിക്കുമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. വെബ് ഡെസ്ക് തത്വമയി TV.